കഷ്ടപ്പാടിന്റെ കയ്പിൽ നിന്ന് വിജയത്തിന്റെ മധുരത്തിലേക്ക് നടന്നു കയറിയ ബദറുദ്ദീന്റെ കഥയാണ് പ്രേക്ഷകരുമായി ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഉബൈദ് എന്ന ബ്ലോഗർ നോട്ടുകൾ എണ്ണാൻ കൊടുക്കുന്നതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അത്തരമൊരു വീഡിയോയിൽ ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കൊച്ചുകുട്ടിയുണ്ട്. കാസർഗോഡുകാരനായ മുഹമ്മദ് ബദറുദ്ദീൻ. രാത്രി തിരക്കേറിയ റോഡിൽ സ്കൂൾ ബാഗും തൂക്കി അച്ചാർ വിൽപ്പന നടത്തുന്നതിനിടയിലാണ് ബദറുദ്ദീനെ ഉബൈദ് കാണുന്നത്. എന്തു വേണമെന്ന് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ടെന്ന് അവൻ തിരിച്ചു പറഞ്ഞു. നോട്ടുകൾ എണ്ണാൻ നൽകിയപ്പോൾ 19,600 രൂപയാണ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13 വയസ്സുകാരൻ എണ്ണിയെടുത്തത്. അസുഖബാധിതയായ ഉമ്മയെ സഹായിക്കാനാണ് ബദറുദ്ദീൻ വഴിയോര കച്ചവടത്തിന് ഇറങ്ങിയത്. ഇന്നിപ്പോൾ സ്വന്തം പേരിൽ അച്ചാർ ബ്രാൻഡ് തന്നെ തുടങ്ങിയിരിക്കുകയാണ് ഈ 8ാം ക്ലാസ്സുകാരനായ കൊച്ചുമിടുക്കൻ. കാസർഗോഡ് ബോവിക്കാനം സ്വദേശിയാണ് മുഹമ്മദ് ബദറുദ്ദീൻ. ബോവിക്കാനം UP സ്കൂൾ വിദ്യാർത്ഥിയാണ്. എൻഡോസൾഫാൻ ഇരയാണ് ബദറുദ്ദീന്റെ ഉമ്മ ബി ഫാത്തിമ. ജന്മന നടക്കാൻ കഴിയത്തില്ല. 2 സഹോദരിമാരാണ് ബദറുദ്ദീനുള്ളത്. ഒരു സഹോദരി ഖദീജാത്ത് ഷവനാസ് വിവാഹിതയും മറ്റൊരു സഹോദരി ഐഷാത്ത് ഷബന +2 വിദ്യാർത്ഥിനിയുമാണ്. പിതാവ് ഓട്ടോറിക്ഷ ഡ്രൈവറാണെങ്കിലും നിലവിൽ ഓട്ടോ ഓടിക്കാൻ പോകുന്നില്ല. അച്ചാർ വിൽപ്പന മാത്രമാണ് കുടുംബത്തിന്റെ ഏക വരുമാനം. ഒരു വർഷമായി കുടുംബത്തിന് മാങ്ങാച്ചാർ വിൽപ്പനയുണ്ട്. നേരത്തെ മുല്ലപ്പൂ കെട്ടി നൽകുന്ന ജോലി ഉമ്മ ചെയ്തിരുന്നു. പ്രദേശത്തെ മുല്ലപ്പൂ തോട്ടങ്ങളിൽ നിന്ന് ബദറുദ്ദീനും സഹോദരിമാരും പൂക്കൾ പറിച്ചുകൊണ്ടുവരും. ഇത് കെട്ടി നൽകുകയായിരുന്നു ബി ഫാത്തിമ ചെയ്തിരുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. പൂവിന്റെ സീസണിൽ മാത്രമായിരുന്നു ഈ തൊഴിലുള്ളതും കച്ചവടവും. ബന്ധുക്കളുടെയും മറ്റ് സഹായത്തോടെയാണ് ബാക്കി സമയങ്ങളിൽ കുടുംബം കഴിഞ്ഞു പോകുന്നത്. ഇതിനിടയിലാണ് അച്ചാർ വിൽപ്പന എന്ന ആശയത്തിലെത്തുന്നത്. സ്വന്തമായ വരുമാനമായിരുന്നു കുടുംബത്തിന്റെ ലക്ഷ്യം. സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം 6 മണി മുതൽ രാത്രി 8:30 മണി വരെ ബദറുദ്ദീൻ കാസർഗോഡ് നഗരത്തിലെ പ്രസ് ക്ലബ്ബ് ജംഗ്ഷനിൽ അച്ചാർ വിൽക്കും. ഉമ്മയും അമ്മൂമ്മയും ചേർന്നാണ് അച്ചാർ തയ്യാറാക്കുന്നത്. സഹായത്തിനായി സഹോദരിയുമുണ്ട്. എല്ലാവരും ചേർന്ന് അച്ചാർ കുപ്പികളിലാക്കും. ശേഷം ബാഗിൽ കുപ്പികൾ നിറച്ച് ബദറുദ്ദീൻ നഗരത്തിലേക്ക് ഇറങ്ങും. നിലവിൽ നേരിട്ടുള്ള വിൽപ്പനയും ഓൺലൈനിലൂടെയുള്ള വിൽപ്പനയും മാത്രമാണുള്ളത്. ഒരു വെബ്സൈറ്റ് തുടങ്ങാനും ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പിലൂടെ വിൽപ്പന നടത്താനും ആലോചനയുണ്ട്. കടകളിൽ വിൽപ്പന നടത്തുന്നില്ല. സർക്കാരിൽ നിന്ന് എൻഡോസൾഫാൻ ധനസഹായം കുടുംബത്തിന് ലഭിച്ചിരുന്നു. അടുത്തിടെയാണ് അവർ സ്വന്തമായി വീട് നിർമ്മിച്ചത്. സോഷ്യൽ മീഡിയയിലെ വീഡിയോ വൈറലായതിനു ശേഷം വിൽപ്പന വർദ്ധിച്ചതായി ബി ഫാത്തിമ പറയുന്നു. ദിവസേന 10 കുപ്പിയോളം വിൽക്കാൻ സാധിക്കുന്നുണ്ട്. 1/4 കിലോ അച്ചാറിന് 60 രൂപയും 1/2 കിലോയ്ക്ക് 120 രൂപയും കിലോയ്ക്ക് 230 രൂപയുമാണ് അച്ചാറിന്റെ വില. മാങ്ങയ്ക്ക് പുറമെ ക്യാരറ്റ്, വെളുത്തുള്ളി തുടങ്ങിയ അച്ചാറുമുണ്ട്. ബദറുദ്ദീന്റെ സഹോദരി ഐഷാത്ത് ഷബനയാണ് ബദറുദ്ദീൻ പിക്കിൾസിന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത്. അമ്മാവനായ റഷീദും സഹായത്തിനുണ്ട്. അച്ചാർ വിൽപ്പനയ്ക്ക് പുറമെ ചെറിയ പ്രൊമോഷനുകളും ബദറുദ്ദീൻ ചെയ്യുന്നു.